സർ, എന്തുകൊണ്ടാണ് ഈ പ്രായമായവർ വീഴുമ്പോൾ വീഴ്ചകൾ കൂടുതൽ അപകടകരമാകുന്നത്? പ്രായമായവരിൽ നമ്മൾ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെയല്ല പേടിക്കേണ്ടത്, മറിച്ച് ഇതേപോലെ ഉണ്ടാകുന്ന ചെറിയ വീഴ്ചകളെയാണ്. ഈ വീഴ്ചകൾ എന്തുകൊണ്ട് അപകടകരമാവുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമാവുന്നതിനനുസരിച്ച് ശരീരത്തിൽ എല്ലിൻ്റെ സാന്ദ്രത കുറയും. അങ്ങനെ ചെറിയ വീഴ്ചകൾ പോലും എല്ല് പൊട്ടലിന് കാരണമാവും. ഇങ്ങനെ എല്ല് പൊട്ടൽ സംഭവിക്കുന്ന രോഗി കിടപ്പിലാവുന്നത് കാരണം ശരീരത്തിൽ വ്രണങ്ങൾ വരിക, ശ്വാസകോശത്തിലേക്ക് ഭക്ഷണം ഇറങ്ങിയിട്ട് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ വരിക, അതേപോലെ ഒരേ കിടക്കുന്നതുകൊണ്ട് രക്തോട്ടം തടസ്സപ്പെട്ട് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ വരിക. ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ ഈ രോഗിക്ക് ഓൾറെഡി ഉള്ള ജീവിതശൈലി രോഗങ്ങളെല്ലാം മൂർച്ഛിക്കുകയും കൂടി ചെയ്തിട്ട് ആരോഗ്യം ക്ഷയിച്ചു പോകും. ഇതെല്ലാം കൊണ്ടാണ് പ്രായമായവരിൽ ഒരു വീഴ്ച അപകടകരമാവുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് എങ്ങനെ ഈ വീഴ്ചകൾ സംഭവിക്കുന്നു. സ്വാഭാവികമായിട്ട് വീഴ്ചകൾ തട്ടിത്തടഞ്ഞ് വീഴുന്നത്, കട്ടിൽ നിന്ന് വീഴുന്നത്, റൂമിലുള്ള കാർപ്പറ്റോ മാറ്റോ ഇങ്ങനെ എന്തെങ്കിലും വസ്തുക്കളിൽ തട്ടിയിട്ട് വീഴുന്നത്, ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് വീഴുന്നത് മുതലായിട്ടുള്ള അവസ്ഥകളിലാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അങ്ങനെ വീഴ്ചകൾ സംഭവിക്കുമ്പം ഇടുപ്പെല്ല്, ഷോൾഡർ ബോണ്, അതേപോലെ സ്പൈന്, കൈത്തണ്ടയുടെ എല്ല് മുതലായവയൊക്കെയാണ് ഏറ്റവും സാധാരണയായിട്ട് പൊട്ടുന്ന എല്ലുകളുള്ളത്. അപ്പം ഈ വീഴ്ചകൾ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും ആലോചിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ രോഗികൾ വീഴാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം അവരെ ചുറ്റും ഒഴിവാക്കുക. അതായത് അവർ കിടക്കുന്ന റൂമിൽ മാറ്റ്, പ്ലാസ്റ്റിക് കവറ്, അതേപോലെ നിലത്ത് കളിപ്പാട്ടങ്ങൾ, ഇങ്ങനത്തെ വസ്തുക്കളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം റൂമിൽ നിന്ന് എടുത്ത് മാറ്റുക. രണ്ടാമത്തത്, ബാത്റൂമിൽ സൈഡ് റെയിൽസ് വെച്ച് കൊടുക്കുക, അവർക്ക് എണീക്കാനും ഇരിക്കാനും. ബാത്റൂമിലുള്ള വീഴ്ചകളും വളരെ കൂടുതലാണ്. അപ്പം ബാത്റൂമിൽ ഇങ്ങനത്തെ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ സൈഡ് റെയിൽസ് വെച്ച് കൊടുക്കുക. മൂന്നാമത്തെ കാര്യമുള്ളത്, ഈ പ്രായമായവർ ഇടപെടുന്ന ഏരിയകളിലെല്ലാം ആവശ്യമായിട്ടുള്ള ലൈറ്റ് ഉറപ്പുവരുത്തുക. ഇരുണ്ട സ്ഥലങ്ങളിലെല്ലാം അവരുടെ കാഴ്ചക്കുറവ് കാരണം ഒരു തട്ടി വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നൊരു കാര്യം, കാഴ്ചക്കുറവുള്ള രോഗികൾക്ക് അതിൻ്റെ ചികിത്സ ചെയ്ത് അവരുടെ കാഴ്ചയുടെ ക്രമം കൃത്യമാക്കേണ്ടതാണ്. പിന്നെ ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആളുകൾ അത് നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ്. വാക്കിംഗ് സ്റ്റിക്ക് പോലുള്ള വാക്കിംഗ് എയ്ഡുകൾ ഉപയോഗിച്ച് നടക്കേണ്ടതാണ്. ലഘുവായ വ്യായാമവും കൃത്യമായിട്ടുള്ള പോഷകാഹാരങ്ങളും ശീലിപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രായമായവരുടെ വീഴ്ചകൾ ഒരു പരിധി വരെ തടയാൻ പറ്റും. ഇത് തടയേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളാക്കാൻ വേണ്ടിയിട്ട് ആയുസ്സും ആരോഗ്യവും ചെലവഴിച്ചവരാണ് നമ്മളെ വയോജനങ്ങൾ. അപ്പം അവരെ ഓരോ ചുവടുവെപ്പും സുരക്ഷിതമാവട്ടെ, അവരുടെ വാർദ്ധക്യം സന്തോഷകരമാവട്ടെ. താങ്ക് യു.